പേര് പറയണ്ട, കാരണം ലൈവ് റെക്കോർഡിംഗ് ആണ്. ലൈവ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. മൈസെൽഫ് റാഗ്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? മൈ ഗോഡ്, സോറി 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 സോറി. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്. നമ്മുടെ ബിസി ലൈഫാണ്, ബിസി ടോക്ക് ആണ്. ഇന്നത്തെ ടോപ്പിക് ആണ് പൊങ്ങച്ചം. എന്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി എങ്ങനെ പുറത്തിറങ്ങി ഇറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ എടുത്ത പുതിയ കാറാ കണ്ടോ. പൊങ്ങച്ചം കാണിക്കുന്നവരാണല്ലോ കൂടുതൽ ബഹുമാനം പ്രതീക്ഷിക്കുന്നത്. We will behave like we are local. But നമ്മളവിടുത്തെ ലോക്കൽ അല്ല. ഡ്രസ്സും നാട്ടിൽ കാണാത്ത സംഭവങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാട്ടുകാർക്ക് കാണിക്കുക, അതൊരു പൊങ്ങച്ചാണ്. അവർക്കൊരു ചെറിയ പ്ലൈമൗത്ത് കാറുണ്ട്, അന്നത്തെ പ്ലൈമൗത്ത് കാറുണ്ടല്ലോ. ഒരുപാട് പൊങ്ങച്ചം പറഞ്ഞ ആളാണ്. കാരണം അതിന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങനെ പൊങ്ങച്ചത്തിലൂടെ പറഞ്ഞു തീർക്കാറുണ്ട്. പറന്നു പോണ ഫ്ലൈറ്റ് പിടിച്ചിട്ട് താഴെ ഇറക്കാൻ പറഞ്ഞു. ഓക്കെ അത് 100 മാർക്കേ പോടലാമേ. ചെയ്യുന്ന ഇപ്പോൾ ഒരു ഐഫോൺ 17 Pro നിറയെ ഇന്ത്യയിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലാൻഡ് ക്രൂസർ ആണ്. ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം സ്ത്രീകൾക്കാണെന്നാണ് പൊതുവെ എല്ലാവരും അഭിപ്രായം. വലുതായിട്ട് പോത്ത് പോലെ വളർന്നിട്ട് പൊങ്ങച്ചം പറയുന്ന കുറെ മാന്യന്മാരി കൂട്ടത്തിലുണ്ട്. Myself Rak, I am from India, Kerala. This live session we can call BC Talk. BC Talk ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ലൈവ് സെക്ഷൻ. ഇന്ന് എന്ത് ടോപ്പിക് ആണ് എടുക്കേണ്ടത്? 1 hour ലൈവ് ആണ്. സോ 1 hour ലൈവിൽ എന്ത് ടോപ്പിക് ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്യേണ്ടത്? എന്ത് ടോപ്പിക് ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്യേണ്ടത്? യെസ്, രാജേഷ് പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുടെ അടുത്തേക്ക് പറയാണ്, മൈസെൽഫ് റാഗ്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ഡെയിലി ലൈവ് സെക്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്സ് എടുക്കാറുണ്ട്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് സജഷൻ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ഇന്ന് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്? എന്ത് ടോപ്പിക്കാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത്? ക്ഷമ എങ്ങനെയുണ്ട്? എനിക്ക് പെട്ടെന്ന് ലൈവിലോട്ട് വന്നപ്പോൾ ഓർമ്മ വന്നൊരു വാക്കാത്. ക്ഷമ എങ്ങനെയുണ്ട്? മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ നല്ലൊരു ടോപ്പിക്കാണ്. വേറെ എന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടോ? നാസർ, നല്ലൊരു ടോപ്പിക്കാണ്. ക്ഷമയെ കുറിച്ച് സംസാരിക്കണോ? മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ കുറിച്ച് സംസാരിക്കണോ? എന്ത് ടോപ്പിക്കാണ് ഇന്ന് എടുക്കേണ്ടത് ഗൈസ്? ലൈവ് കാണുന്ന ആളുകളൊന്ന് സജസ്റ്റ് ചെയ്തോളൂ. ക്ഷമ ഒരു ക്ഷമ തന്നെയാണ് അല്ലേ? ക്ഷമ ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? വന്നു ടിക്ടോക്കിൻ. മൈ ഗോഡ്, സോറി. ക്ഷമ, പൊങ്ങച്ചം, മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ, 3 ടോപ്പിക്കായി. ഏത് ടോപ്പിക് എടുക്കണം? ക്ഷമ എന്നുള്ള ടോപ്പിക് എടുക്കണോ? മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ കുറിച്ച് സംസാരിക്കണോ? പൊങ്ങച്ചത്തെ കുറിച്ച് സംസാരിക്കണോ? ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? ഓക്കെ, നമുക്ക് 2 റിക്വസ്റ്റ് ഉണ്ട്. പക്ഷെ റിക്വസ്റ്റിന് മുന്നേ നമുക്ക് ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ അസൂയ, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ അസൂയ ഉള്ളതെന്ന് പറയും. നല്ലതാണ്, നല്ല ടോപ്പിക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് കുറെ ആളുകളെ ഞാൻ ലൈവിൽ മെൻഷൻ ചെയ്യും, നോക്കിക്കോ. അസൂയ, പൊങ്ങച്ചം, നല്ല നല്ല ടോപ്പിക്കാണല്ലോ ഒന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ, എന്ത് ടോപ്പിക്കാണ് നമ്മൾക്ക് ഇതിൽ കൺഫേം ചെയ്യേണ്ടത്? ഇന്ന് ഒരുപാട് ടോപ്പിക് സജഷൻ വന്നിട്ടുണ്ട്. അതില് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് പൊങ്ങച്ചം. ഓക്കെ ആണോ? ഞാൻ ഇതെടുത്താലും നിങ്ങൾ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് മുന്നിൽ വരുന്നത് കാണാം. പൊങ്ങച്ചം, ഇതാണ് എൻ്റെ ടോപ്പിക്ക്. പൊങ്ങച്ചം ഓക്കെ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഓക്കെ എന്ന് കമന്റ് ചെയ്താൽ മതി. പൊങ്ങച്ചം നല്ലതാന്ന് 2 വോട്ട് കിട്ടിക്കഴിഞ്ഞു. സോ പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും സംസാരിക്കാൻ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഒരു പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് തന്നെ ലൈവിൽ സംസാരിച്ചു തുടങ്ങാം. അതിൻ്റെ കൂടെ പൊങ്ങച്ചം പറയുന്ന ആ സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിക്കാം. പേര് പറയണ്ട, കാരണം ലൈവ് റെക്കോർഡിംഗ് ആണ്. ലൈവ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള സൗഹൃദ ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുകൊണ്ട് ആരും പേര് പറയണ്ട. പൊങ്ങച്ചം ഓക്കെയല്ലേ ടോപ്പിക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് വന്ന 2 റിക്വസ്റ്റിൽ കിങ് ഓഫ് അജുമാൻ, എനിക്കറിയില്ല, കുറച്ച് മുന്നേ ആള് ലൈവിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ലൈവിൽ ഉണ്ടായിരിക്കും എന്നറിയില്ല. എനിവേ, ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെയുള്ള ഒരു ടോക്ക് ഷോ ആണ്. നമ്മുടെ ടോക്ക് ഷോയിൽ ബിസി ടോക്ക് എന്ന് പേര് പറയും. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, നമ്മുടെ ബിസി ലൈഫാണ്, ബിസി ടോക്ക് ആണ്. ഇന്നത്തെ ടോപ്പിക്കാണ് പൊങ്ങച്ചം. സോ പൊങ്ങച്ചം എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്? പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ? ഇത് പൊങ്ങച്ചമായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കും പലരും അല്ലേ? എൻ്റെ അച്ഛൻ പോലീസിലാണ്, എൻ്റെ അമ്മ ഇത്ര കോടി ആസ്തിയുണ്ട്, ഇങ്ങനെ ഒരുപാട് പൊങ്ങച്ചം നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ പൊങ്ങച്ചം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിവരക്കേടായിട്ട് ചിന്തിക്കാം.
വലുതായിട്ട് പോത്ത് പോലെ വളർന്നിട്ട് പൊങ്ങച്ചം പറയുന്ന കുറെ മാന്യന്മാർ ഈ കൂട്ടത്തിലുണ്ട്. സത്യമാണോ അല്ലേ? ഈ ടിക്ടോക്കിൽ തന്നെ ഒരുപാട് പൊങ്ങച്ചക്കാരുണ്ട്. പക്ഷെ പേര് പറയരുത് പ്ലീസ്. പേര് നമ്മൾ പറയില്ല, പക്ഷെ ആ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ലൈവില് ഗസ്റ്റ് റിക്വസ്റ്റ് ഇടാം, ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാം. ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഗസ്റ്റ് ആയിട്ട് വന്നോളൂ, ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് വരാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ആഡ് മീ ഓർ ഗസ്റ്റ് എന്തെങ്കിലും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പൊങ്ങച്ചത്തിനെ കുറിച്ച് വരുന്നത് ആരാണെന്ന് നോക്കാം. യെസ്, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഒരു പൊങ്ങച്ചം പറഞ്ഞ് എന്റെ ലൈവിൽ തുടങ്ങാം. ഒരു പൊങ്ങച്ചം, അതായത് എന്റെ അനുഭവത്തിലുള്ള ഒരു പൊങ്ങച്ചമാണ്. അല്ലല്ല, പേഴ്സണലി ഇപ്പൊ ഒന്ന് പൊങ്ങച്ചം പറഞ്ഞോളൂ, ഞാൻ അതിനുള്ള സ്പേസാ തരുന്നത്. അല്ല, അതാ എന്റെ അനുഭവത്തിൽ വന്ന ഒരു പൊങ്ങച്ചമാണ് ഞാൻ പറയുന്നത്, അതിനെ പറ്റിയാ പറയുന്നത്. അതായത് എന്റെ ഒരു ബന്ധുവിന് പുതിയ കാർ എടുക്കണം. ഓക്കെ, അപ്പൊ പുള്ളിക്ക് ഡ്രൈവിംഗ് അറിയില്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. എന്നെ വിളിച്ചോണ്ട് പോയി കാർ എടുക്കാൻ പോയി. കാർ എടുത്തു, ഡെലിവറി എടുത്തു, നേരെ വന്നു പുള്ളിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പുള്ളിയുടെ അടുത്തുള്ള ടൗണ്, പേരും ഇതൊന്നും ഞാൻ പറയുന്നില്ല, തൊട്ടടുത്തുള്ള ടൗണ്, ചെറിയ ടൗണാ. അവിടെ ചെന്നു. എന്നിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി എങ്ങനെ ഇറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ എടുത്ത പുതിയ കാറാ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. എന്നിട്ട് പുള്ളിയുടെ വീട്ടില് തേങ്ങ വെട്ടാൻ വരുന്ന ആളെ വിളിച്ചു. പുള്ളിയുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ കാർ എടുത്തതാ, നീ എല്ലാരോടും പോയി പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ രണ്ടു മൂന്ന് പേരോട് പുള്ളി പറഞ്ഞു ഇന്ന മുക്കില് പോ, ഇന്ന മുക്കില് പോ, ആളിയാ ഇന്ന സ്ഥലത്ത് പോ. ഈ പോയ സ്ഥലത്തൊക്കെ പുള്ളിയുടെ പഴയ ശിങ്കിടിമാരുണ്ടായിരുന്നു, അവരെയൊക്കെ വിളിച്ചിട്ട് കയ്യിൽ കാശ് കൊടുത്തിട്ട് ഇത് എന്റെ പുതിയ കാറാ, നീ ചെന്നിട്ട് 10 പേരോട് പറയണം. ഇത് ഏത് വർഷം നടക്കുന്നത് ഈ ഒരു സെൽഫ് ബ്രാൻഡിങ്? ഈ നടന്നതെന്ന് വെച്ചാൽ ഒരു 20-22 വർഷത്തിന് മുന്നേ ഉള്ള കഥയാ. ഓ, അപ്പം കാറ് വാങ്ങിയ പുള്ളി വലിയ പുള്ളി തന്നെയാണ്. പുള്ളിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, ഗവൺമെന്റ് സർക്കാർ ജോലിയാ. അപ്പൊ പിന്നെ ലോൺ അടയ്ക്കാമല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. എങ്ങനെയാണ് പേഴ്സണലി താങ്കൾ പൊങ്ങച്ചം പറയുന്ന ആളാണോ? അല്ല, ഞാൻ ഒരിക്കലും പൊങ്ങച്ചം പറയാറില്ല. ഒരിക്കലും പൊങ്ങച്ചം പറയാറില്ല. ഞാൻ ഒരു വലിയ ആളാണെന്ന് കാണിക്കാറുമില്ല. എനിക്ക് എന്തോ ഉള്ള അതിന്റെ താഴെ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ താഴെയുള്ളവരെ ഞാനൊരു ഇതായിട്ട് നികൃഷ്ടമായിട്ട് കാണാറുമില്ല. എൻ്റെ മുകളിലുള്ളവരെ ബഹുമാനിക്കാതിരുന്നിട്ടും ഇല്ല. എന്റെ മുകളിലുള്ളവരെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന ആളാണ്. ബഹുമാനം വേറെയാണ്, പൊങ്ങച്ചം വേറെയാണ്. അല്ല തന്നെ എന്ന് വെച്ച് ഈ പൊങ്ങച്ചം കാണിക്കുന്നവരാണല്ലോ കൂടുതൽ ബഹുമാനം പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? ബഹുമാനവും പൊങ്ങച്ചവും തമ്മിൽ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിൽ ബന്ധമാണ്. കാരണം ഈ പൊങ്ങച്ചം കാണിക്കുന്നത് ആൾക്കാർ നമ്മളെ ബഹുമാനിക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ പൊങ്ങച്ചം കാണിക്കുന്നത്. ബഹുമാനം അതാണ്, അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോ പൊങ്ങച്ചം കാണിക്കുന്നത് നമ്മുടെ ഇയാളെ പറ്റി 4-10 പേര് ഭയങ്കരമായിട്ട് പറയണം, ചിന്തിക്കണം. ഓ, ഇവൻ വലിയ ആളാണ്, ഇവന് അതുണ്ട് ഇതുണ്ടെന്ന് പറയണം എന്നുള്ള ചിന്തയിലാണ് അവർ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ പൊങ്ങച്ചം പറയാത്ത ആളായതുകൊണ്ട് ഞാൻ ചെറിയൊരു ടാസ്ക് തന്നോട്ടെ. ഇപ്പം ചെറിയൊരു പൊങ്ങച്ചം പറയാവോ, ചുമ്മാ ഒരു രസത്തിന്? എനിക്കങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് ശീലമില്ല, പറയാറുമില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പറയും? തമാശക്ക് പോലും ഞാൻ പറയാത്ത ആളാണ്. തമാശക്ക് പറയില്ല. ഓക്കെ, അങ്ങനെയാണ്, കുഴപ്പമില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിവേ, ലൈവില് വന്നതിൽ സന്തോഷം. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ലൈവില് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, നിങ്ങളുടെ ബിസി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്കും ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പൊങ്ങച്ചം. ഓക്കെ, പൊങ്ങച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ചെറിയ ഒരു ന്യായീകരണങ്ങൾ പറയാം. ഓക്കെ, ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയാം, അല്ലേ? നമ്മൾ സെൽഫായിട്ട് ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കൊടുത്തിട്ട് പൊങ്ങച്ചം കാണിക്കാന്നൊക്കെ പറയും, പക്ഷെ സെൽഫ് ബ്രാൻഡിങ് ആണത്. പിന്നെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സന്തോഷമല്ലേ ഇത്? ഇപ്പൊ ഞാനൊരു പൊങ്ങച്ചം പറഞ്ഞ ഒരാളാണെങ്കിൽ
എനിക്കിത് 10 ആളോട് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആണോ അല്ലേ? ഞാൻ പൊങ്ങച്ചത്തിനെ ന്യായീകരിക്കില്ല. പൊങ്ങച്ചം പറയുന്ന ആളുകളുണ്ട്, പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഗസ്റ്റ് റിക്വസ്റ്റ് ഇടുക, ആഡ് ആക്കുക, വന്ന് സംസാരിക്കാം. പൊങ്ങച്ചത്തിൻ്റെ മീനിങ് എന്താണെന്ന് ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലല്ലോ ഈശ്വര. ഓക്കെ, മലയാളി അല്ലേ സഞ്ജു? പൊങ്ങച്ചെന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിറ്റുവേഷൻ പറയാം. മലയാളിയാണോ അല്ലേന്ന് ആദ്യം പറയൂ, അല്ലെങ്കിൽ ലൈവിൽ ആഡ് ആയതിനു ശേഷം സംസാരിക്കാം. ദാറ്റ്സ് ബെറ്റർ ഐ തിങ്ക്. ഓക്കെ, തമിഴിൽ എനിക്ക് തെരിയാതെടാ, തമിഴിലത് തെരിയാതെ. ഞാൻ ഒരു അറിയുന്ന രീതിയിൽ പറഞ്ഞു തരാം. മലയാളം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പൊങ്ങച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു വാച്ച് ഉണ്ട്, ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനൊരു വാച്ച് ആണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ്. ഇത് കാണിക്കാനായിട്ട് 4 തവണ ഇങ്ങനെ ഞാൻ കൈകൊണ്ടൊക്കെ കളിക്കും. ഇത് പൊങ്ങച്ചാണ്, എനിക്ക് ഇത് കാണിക്കണം 10 പേരെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് വലിയൊരു എക്സാമ്പിളാണ്. ഗേൾസ് ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറയുന്ന കൂട്ടത്തിലാണ്. എനിക്കറിയാം, ഓക്കെ, എനിക്കറിയാം. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സിൻ്റെ മെയിൻ ഹോബി എന്താണെന്ന് അറിയാമോ? അവർ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് വരെ അവർ എക്സ്പ്രഷൻ ഇടും. ഷോ ഓഫ്, യെസ്, ഷോ ഓഫ്. ഈ ഷോ ഓഫിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, യെസ്. അയ്യടാ മലി ഗേൾ അല്ലേ? അപ്പം ലൈവിലോട്ട് വന്നിട്ട് സംസാരിക്കുക. എന്താണ് പൊങ്ങച്ചം പറയുന്ന ആളാണോ? എനിക്കിങ്ങനെ മാറി നിന്നിട്ട് ലൈവ് കാണുന്ന കുറച്ച് ആളുകളെ പിടിച്ചിട്ട് റിക്വസ്റ്റ് ഇവിടെ ഇടാൻ വേണ്ടി ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിക്വസ്റ്റ് ചെയ്യാവോ, വരാവോ, സംസാരിക്കാവോ? അപ്പോൾ ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഈ 1 hour സംസാരിക്കുന്നതാണെങ്കിൽ എൻ്റെ ബിസി ടോക്കാണ്. ഞാൻ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ബിസി ലൈഫിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ബിസി ടോക്കാണ്. ഓക്കെ, സോ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് അഷ്റഫെ, ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചാണ്. സോ പൊങ്ങച്ച് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ അഷ്റഫിന് കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് പേഴ്സണലി പണ്ട് കുട്ടിക്കാലത്ത് ഈ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഓക്കെ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ, അന്ന് പപ്പ എന്ന് വിളിക്കുന്നത് പോലും ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പപ്പ എന്ന് പറഞ്ഞ ആൾ അന്ന് UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൾഫുകാരൻ്റെ മോളാണ്. ഓക്കെ, ഗൾഫുകാരൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിലൊരു പൊങ്ങച്ചാണ്. ആണോ അല്ലേ? അപ്പം നാട്ടിൽ ഇത് ഓൾറെഡി പൊങ്ങച്ചാണ്. അതിൻ്റെ കൂടെ ഷോ ഓഫ് കാണിക്കാൻ എന്ത് ചെയ്യും? അച്ഛൻ ഇങ്ങനെ കൊടുത്തയക്കും കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. ഗൾഫ് ചോക്ലേറ്റ് അന്ന് ഗൾഫിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഗൾഫ് പെട്ടിയിൽ കൊണ്ടുവരുന്ന ഈ ഡേ ടു ഡേ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും അന്ന് നാട്ടിൽ പുതിയതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ഇട്ടാൽ തുറക്കുന്ന പൂട്ടുന്ന കുടകളുണ്ട്. പിന്നെ ഒരു സ്കെയിലുണ്ട്, ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആവുന്ന സ്കെയിലുണ്ട്. പിന്നെ അന്നൊക്കെ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കത്തർമാല പോലത്തെ ഈ 3 ചെയിൻ ആയിട്ടുള്ള ഒരു മാല ഉണ്ട്, തിളങ്ങുന്ന മാല ഉണ്ട്. പിന്നെ വാച്ചിൻ്റെ പെട്ടിയുണ്ട്. വാച്ചിൻ്റെ പെട്ടിയിൽ 12 ലൈക്ക് മാറ്റിയിടാൻ പറ്റുന്ന സ്ട്രാപ്സ് ഉണ്ടാകും. സോ ഇതൊക്കെ അന്ന് പൊങ്ങച്ചം കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ ഈ ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകരുതെന്ന് സ്കൂളിൽ നിയമമുണ്ട്. അതുപോലെ പാരൻസും പറയും സ്കൂളിൽ കൊണ്ടുപോകരുതെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഗവൺമെൻറ് സ്കൂളിലല്ലേ പഠിക്കുന്നത്. കൂടെ പഠിക്കുന്ന മക്കളൊക്കെ നോർമൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായിരിക്കും കൂടുതൽ ആൾ വരുന്നത്. അവരെ കാണിക്കാനായിട്ട് ഞാൻ ഇതങ്ങ് കൊണ്ടുപോകും. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർവെൽ ആവുന്നത് വരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രസമാണ്. നമ്മൾക്ക് ഇൻ്റർവെൽ ആവണം. അപ്പോൾ ഇൻ്റർവെൽ തുടങ്ങുന്നതിന് മുന്നേ, അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ്സിലെത്തുക. അപ്പോൾ തുടങ്ങുന്നത് മുതൽ ഞാനിങ്ങനെ ഒളിച്ചൊളിച്ച് പറയും ഫ്രണ്ട്സിനോട്, എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടല്ലോ. സോ ക്ലാസ് നടക്കുന്നതിനിടയിൽ കൂടി ഈ ഡിസ്കഷൻ തുടങ്ങും. അവരെല്ലാവരും കൂടെ നല്ല ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഇൻ്റർവെൽ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും ആളുകളെ ഉണ്ടാക്കും. ഈ എല്ലാവരും കൂടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പൊങ്ങച്ചങ്ങ് കാണിക്കും. എൻ്റെ കയ്യിൽ ഇതുണ്ട്, എൻ്റെ അച്ഛനത് കൊണ്ടുവന്നു, എൻ്റെ പപ്പ അത് കൊണ്ടുവന്നു. ഇത് ചില ആളുകൾക്ക് കുട്ടിക്കാലത്തുള്ളൊരു ഹാബിറ്റാണ്. പക്ഷെ കുട്ടിക്കാലത്ത് അത് ഒരു വിവരമില്ലാത്ത പ്രശ്നമാണ്. പോട്ടേന്ന് വയ്ക്കാം. വലുതായിട്ട് പോത്തുപോലെ വളർന്നിട്ട് നിങ്ങളിലും ഉണ്ട് ഈ പൊങ്ങച്ചക്കാർ. ഓക്കെ, അപ്പോൾ ആരാണ് പൊങ്ങച്ചക്കാർ? ഓക്കെ, മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്കാണ് പൊങ്ങച്ചം. ഗുഡ് ഈവനിങ് ഡിയർ റോഷ്മോൻ. മാലി പറയാൻ റെഡിയാണെങ്കിൽ മാലിനെ ഞാൻ ലൈവിലോട്ട് വിളിക്കുന്നു. നിങ്ങൾ പരസ്പരം ലൈവിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്നോട് ഇന്ന് സംസാരിക്കാൻ അടുത്തതായിട്ട് ആര് വരുന്നുണ്ട്? ഓരോരുത്തരുടെ പേര് ഞാൻ വിളിച്ച് സംസാരിക്കണോ? പ്രസൻറ്റ് പറയുന്നതാണോ നിങ്ങൾ? എനിക്കറിയില്ല. ഞാനൊരു ടോക്ക് ഷോ വെക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെടുത്ത് എല്ലാവരും, ഓക്കെ റോഷ്മോൻ, താങ്ക് യു ഫോർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ
സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നതിൽ സന്തോഷം. ഒരു ടോക്ക് ഷോ ചെയ്യുന്ന സമയത്ത് ഈ ടോക്ക് ഷോയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന ഗിഫ്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ വന്ന് സംസാരിക്കാം. യെസ് റോഷ്മോൻ കേൾക്കുന്നുണ്ടോ? ഹായ്, കേൾക്കുന്നുണ്ടോ? ഞാൻ ലൈവ് പോസ്റ്റ് ചെയ്യും. ക്യാമറ ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓഫ് ചെയ്തോളൂ. ഓക്കെ ആണോ അല്ലേ? റോഷ്മോൻ കേൾക്കുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് പ്ലീസ്. ഓക്കെയാണ്. ഓക്കെ, ശരി, പറഞ്ഞോളൂ. പൊങ്ങച്ചം പറയുന്ന ആളാണോ? നല്ല ലാഗ് അടിക്കുന്നുണ്ട്, നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ലാഗ് ഉണ്ടോ? ഓ, പറഞ്ഞോളൂ, പൊങ്ങച്ചം പറയണ രസമല്ലേ? പറ. ഇപ്പൊ ഒരു ഇടയ്ക്കൊക്കെ പൊങ്ങച്ചം പൊങ്ങച്ചം പറ, പറയണ ഇപ്പൊ ഒരു രസമല്ലേ? പൊങ്ങച്ചം നമുക്ക് പറ. സ്റ്റോറി ടെലിംഗ് അല്ലേ? I am giving you a task. സത്യമായിരിക്കും, പൊങ്ങച്ചമായിരിക്കും തോന്നണ. അല്ല, പറ. ഓക്കെ, ഇപ്പൊ ഒരു പൊങ്ങച്ചം പറ, ഒരു രസം. നമ്മള് നല്ല ലാഗ് അടിക്കുന്ന റോഷ്മോൻ. കൊച്ചിയാണ് നമ്മുടെ സ്ഥലം. കൊച്ചിയിലെ ചർച്ചുണ്ട്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യണം എന്നാല്. അല്ല ലാഗ് ഉണ്ട് ഇവിടെ, എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാം, ഞാൻ മിണ്ടാതിരിക്കാം, സംസാരിച്ചു. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ ചെറായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓക്കെ, ബീച്ചാണ്. അപ്പൊ നമ്മള് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മദറിന്റെ വീട് അവിടെ അടുത്താണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വി വിൽ ബിഹേവ് ലൈക്ക് വി ആർ ലോക്കൽ. ബട്ട് നമ്മൾ അവിടുത്തെ ലോക്കൽ അല്ല, പക്ഷെ നമ്മൾ അങ്ങനത്തെ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നിട്ട് പിന്നെ കുറെ ഷോ ഇറക്കും. ഇതൊക്കെ തന്നെ എന്താണ് പൊങ്ങച്ചം കാണിക്കുന്നത്? പൊങ്ങച്ചം കാണിക്കുന്ന വെച്ചാൽ അവിടുത്തെ ലോക്കലായിട്ട് അഭിനയിക്കും ചുമ്മാ. ആ, അത് തന്നെ. Acting ആണ് പൊങ്ങച്ചം. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഇത്? ആ, ആക്ടിങ്. ഓക്കെ, പോരാ പോരാ പോരാ, പൊങ്ങച്ചം പോരാ, പൊങ്ങച്ചം പോരാ, പൊങ്ങച്ചം പോരാ. ഇനിയും കൂടുതൽ ഷോക്ക് കാണിക്കണം. ഓക്കെ, ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പറയട്ടെ പൊങ്ങച്ചം. നോക്കാം, നമുക്ക് നോക്കാം റോഷ്മോൻ. താങ്ക് യു റോഷ്മോൻ, താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ പൊങ്ങച്ച കഥകള്, ഓക്കെ, നിങ്ങളുടെ പൊങ്ങച്ച കഥകള് സത്യം പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ലൈഫിൽ പൊങ്ങച്ചം കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാത്തവരാണ് പോട്ടെ. ഓക്കെ, എനിവേ 100ൽ നമുക്ക് 100% ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അഷ്റഫിന്റെ കഥ കേൾക്കാം. അഷ്റഫ് ലൈവിലോട്ട് സ്വാഗതം ആൻഡ് പ്ലീസ് ഡു കമന്റ്. കേൾക്കുന്നുണ്ട് അഷ്റഫ്? ഹലോ. കേൾക്കുന്ന അഷ്റഫ്? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ ഒരു പൊങ്ങച്ച കഥ. പൊങ്ങച്ചക്കഥ തന്നെ. നമ്മളിപ്പം പ്രവാസികളാണ്. നമ്മളിവിടുന്ന് നാട്ടിൽ കാണാത്ത ഡ്രസ്സും നാട്ടിൽ കാണാത്ത സംഭവങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാട്ടുകാർക്ക് കാണിക്കുക. അതൊരു പൊങ്ങച്ചാണ്. എന്താ പറ, ഒരു എക്സ്പീരിയൻസും കൂടെ പറ. മെയിനായിട്ട് ഡ്രസ്സ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനത്തെ പെട്ടെന്ന് നാട്ടിലെത്തൂല. യൂറോപ്യൻസിലാണ് കൂടുതൽ ഉണ്ടാവുക. അവിടെ തന്നെ കുറെ കഴിയും നാട്ടിലെത്തുക. ഇറങ്ങിയ പാട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാലാളെ കാണിക്കണം. അതൊരു പൊങ്ങച്ചാണ്. എങ്ങനെയാ കാണിക്കാറ്? അത് നമ്മൾ കൈ ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ വീശി നടക്കും, നാലാള് കാണിച്ചു. ഓക്കെ, ആൾക്കാരെ മുന്നിൽ എന്നിട്ട് പിന്നെ കല്യാണം അവര് മാറി നിന്നിട്ട് എന്തെങ്കിലും കമന്റ് പറയുന്നുണ്ടാവോ? ആൾക്കാർ ഇങ്ങനെ നോക്കി പറയല്ലോ, ഓ അവന്റെ സാധനം ഉണ്ടല്ലടാ, ഭയങ്കര സംഭവം എന്നെല്ലാം പറയില്ല. അതൊരു പൊങ്ങച്ചത്തില് പൊങ്ങച്ചം കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് എപ്പോഴാണ്? അവര് കമന്റ് ചെയ്യുമ്പോഴാണോ, അവര് മിണ്ടാതിരിക്കുമ്പോഴാണോ, അവർ അസൂയയോടെ നോക്കുമ്പോഴാണോ? അവര് 4 ഫ്രണ്ട്സ് കൂടിയിട്ട് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, അവിടെ ഓന്റെ സംഭവം ഉണ്ടേ, ഭയങ്കരാണ്. അത് കേൾക്കുമല്ലോ നമ്മള്. ഒരു ഭയങ്കര സന്തോഷം. പിന്നെ നാട്ടിൽ കാണാത്ത പലതും നമ്മൾ കൊണ്ടുപോകല്ലോ ഇവിടുന്ന്. ഡ്രസ്സാണെങ്കിലും ഇലക്ട്രോണിക് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും നാട്ടിൽ കാണാത്ത. ഒരു വാച്ച്. എന്നോടൊരു പൊങ്ങച്ചം പറയാവോ? എന്നോടൊരു പൊങ്ങച്ചം പറയാവോ? ഞാൻ അസൂയയോടെ നോക്കാം. ടാഗ് അടിച്ചത്, ടാഗ് ഉണ്ടല്ലോ, ആ ടാഗ് അല്ല യൂറോപ്യൻസ് എന്ന് വന്നതല്ല പെട്ടെന്ന്. അത് നാട്ടിലടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങള് ഇത് കണ്ടു കഴിഞ്ഞാൽ നാട്ടാട് പറയല്ലോ, അവളെ മേത്ത് കോഴിക്കോടായിരത്തിന്റെ മേത്തൊരു ടാഗ് ഉണ്ട്. ടാഗോ? എന്ത് ടാഗ്? അല്ല, മറ്റേ കൈയിന്റെ ഷോളറിന്റെ അടുത്തൊരു ഇത് വെച്ചില്ലേ, എന്താ പറയാ? ഇത് മൈക്ക്? അതല്ല, ഈ എടുത്ത സൈഡിലേ. അറിയില്ല. മുന്നേ ഓക്കെ, എന്നോടൊരു ടാറ്റു. ഓക്കെ, എന്നോടൊരു പൊങ്ങച്ചം ഇപ്പൊ പറയാവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ഇപ്പൊ എനിക്ക് വലിയ മനസ്സിലൊന്നും പെട്ടെന്ന് ഓടുന്നില്ല.
ഓക്കെ എനിവേ താങ്ക് യു അഷ്റഫ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സോ നമ്മുടെ ലൈവ് 10 മണി മുതൽ 11 മണി വരെയാണ്. നമ്മുടെ ഈ ഒരു ലൈവ് സെക്ഷന് ബിസി ടോക്ക് എന്നുള്ള പേരിൽ നമുക്ക് വിളിക്കാം. അപ്പൊ നമ്മുടെ ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്കാണ് പൊങ്ങച്ചം. ഓക്കെ, കമന്റ്സ് വായിക്കണോ? ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുന്നോ? ഓക്കെ, നമുക്ക് കമന്റ്സ് ആദ്യം നോക്കാം. ഡ്രസ്സ് കൊള്ളാം എന്നുള്ള കമന്റ് ഞാൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. ഞാനൊരു പൊങ്ങച്ചം പറയാം. ഈ ഡ്രസ്സിനെ 12,000 രൂപയാ. ഓക്കെ, ഇങ്ങനെ പൊങ്ങച്ചം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ടാലറിയത് ഡേ ടു ഡേ വാങ്ങിയതാണ്. ഓക്കെ ചേച്ചി, ഞാൻ പിന്നെ എന്താ അവൻ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഓക്കെ, എനിവേ സഞ്ജു നേരത്തെ കമന്റ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന് തമിഴിലാണ് സംസാരിക്കാൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു. തമിഴാണെങ്കിൽ തമിഴ് സൊല്ലുങ്കോ, തമിഴിലെ പൊങ്ങച്ചം ഷോ ഓഫ് സൊല്ലുങ്കോ. ഓക്കെ, അപ്പം എനിക്ക് വേറൊരു പൊങ്ങച്ചം പറയാനുണ്ട്. എനിക്കാണ് രാജ്യത്തെ എല്ലാ ഭാഷകളും അറിയാം, ഈ വേൾഡിലത്തെ എല്ലാ ഭാഷകളും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഭാഷകളിലും സംസാരിക്കാനും അറിയാം. അത് മറ്റൊരു പൊങ്ങച്ചായിട്ട് തോന്നില്ല അല്ലേ, എന്നെ കാണാൻ ലുക്കുള്ളത് കൊണ്ട്. ഓക്കെ, അതൊക്കെ പണ്ട് എന്താണ് ബക്കീർക്ക പറഞ്ഞു പണ്ടാന്ന് പറഞ്ഞു, ജോയ് പറഞ്ഞു പണ്ടാന്ന് പറഞ്ഞു. പണ്ടാണെങ്കിലും ഇന്നാണെങ്കിലും പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ടോ? ആ പൊങ്ങച്ച കഥ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. കഥ പറയാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ലൈവിലോട്ട് റിക്വസ്റ്റ് ചെയ്യുക. റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, എന്താ എന്നാൽ എനിക്ക് ഈ കുട്ടി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ സൂപ്പറാ. അതൊരു പൊങ്ങച്ചല്ലടാ, അത് സത്യാവസ്ഥ മാത്രമാണ്. ഓക്കെ, അപ്പൊ പൊങ്ങച്ച കഥകൾ കേൾക്കാം. അടിപൊളി. താങ്ക് യു ഡിയർ ആൻഡ് ഹോയ് സ്റ്റോപ്പോ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അഗെയിൻ ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ജോയിൻ അഗെയിൻ, നോ പ്രോബ്ലം. ബട്ട് അതുപോലെ തന്നെ ലൈവ് ബംഗാളി സംസാരിക്കുന്നു. മൈ ഗോഡ്, പറഞ്ഞോളൂ. ഇനി പൊങ്ങച്ച അല്ല, ആദ്യം സംസാരിച്ചതാ, പിന്നീടാണ് എനിക്കൊരു കഥയും കൂടെ ഓർമ്മ വന്നത്. പറയാം, കഥ കേൾക്കാം. അതെ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മൂത്ത മാമന്റെ വീട് തിരുവനന്തപുരത്താ. അപ്പൊ അവിടെ എൻ്റെ വല്യമ്മയുടെ മോള അവിടെ നിന്ന് ആ വീടൊക്കെ കെയർ ചെയ്യുന്നതെല്ലാം. അപ്പൊ മാമനും ഫാമിലിയൊക്കെ കുവൈറ്റിലായിരുന്നു. അപ്പോ അവരുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ ഒരു കൊച്ചുണ്ട്. അപ്പൊ ആ കൊച്ച്, അവരുടെ വീട് ഓടാണ്, ഓട് കൊണ്ടുള്ള കൂരയാണ്. അപ്പൊ നമ്മുടെ മാമന്റെ വീട് ടെറസാണ്. അപ്പൊ ആ കൊച്ചു വന്നിട്ട് എൻ്റെ ചേച്ചിയോട് പറയാണ്, എൻ്റെ അച്ഛന് ഫ്ലൈറ്റ് വാങ്ങാൻ പോവാ. അപ്പൊ എൻ്റെ ചേച്ചി, അച്ഛൻ ഫ്ലൈറ്റ് വാങ്ങാൻ പോവാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു, ശരി, നീ എന്താ, നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് വാങ്ങിയാൽ എവിടെ കൊണ്ട് നിർത്തും? പാർക്കിങ്ങിന് സ്ഥലം വേണ്ടേ? ഞാൻ മാമനോട് സംസാരിച്ചിട്ട് നമ്മുടെ ടെറസിൽ സ്ഥലം തരാം കേട്ടോ പറഞ്ഞു. പക്ഷെ അത് ഏറ്റവും ആ പറഞ്ഞത് സത്യം. ആ കൊച്ചു പറഞ്ഞതാ. അല്ലല്ല, നെയ്ബറിന്റെ മോള് പറഞ്ഞതാ. അവർക്കൊരു ചെറിയ പ്ലൈമൗത്ത് കാറുണ്ട്, അന്നത്തെ പ്ലൈമൗത്ത് കാറുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി വന്നിട്ട് ചേച്ചിയോട് പറയാ, ഇങ്ങനെ എൻ്റെ അച്ഛൻ ഫ്ലൈറ്റ് വാങ്ങാൻ പോവാണ്. അപ്പൊ ചേച്ചി ചോദിക്കുക, ഫ്ലൈറ്റ് വാങ്ങി എവിടെ നിർത്തും? പാർക്കിങ്ങിന് സ്ഥലം വേണ്ടേ? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മാമിനോട് പറഞ്ഞിട്ട് നമ്മുടെ ടെറസിൽ നിർത്താനായിട്ട് പെർമിഷൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അത് ചില പൊങ്ങച്ച കഥകള് കുട്ടികൾ പറയുമ്പോ നല്ല രസം കേൾക്കാൻ. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. എനിവേ താങ്ക് യു ഡിയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈവില് പലതരം ഭാഷകൾ കയറി വരുന്നുണ്ട്. ഞാനൊരു പൊങ്ങച്ചം മാത്രമാണ് പറഞ്ഞത്. എനിക്ക് പല ഭാഷകൾ അറിയാമെന്ന് ഞാൻ പൊങ്ങച്ചം മാത്രമാണ് പറഞ്ഞത്. അത് കരുതി കണ്ട ബംഗാളികളും വന്ന് കമന്റ് ചെയ്യല്ലോ പ്ലീസ്. ട്രാൻസ്ലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് എന്താണുള്ളത്? എന്തെങ്കിലും പൊങ്ങച്ചം പറയാനുള്ള സ്റ്റാർട്ടിംഗ് ആണോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക് ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് പൊങ്ങച്ചം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് പൊങ്ങച്ചം. അപ്പം ഈ പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും, ഓ ഇതിൽ വെച്ചപ്പോൾ എന്ത് പറയാനാ, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്. നമ്മുടെ ബിസി ലൈഫിൻ്റെ ഇടയിൽ ഒരു ടോക്ക് ഷോ. ഓക്കെ, ടോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ രസമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് നിങ്ങൾ എത്ര പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ടാവും? കുട്ടിക്കാലത്ത് എത്ര പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ടാവും? എത്ര പൊങ്ങച്ചം കേട്ടിട്ട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാകും? എനിക്ക് വേദനിച്ചിട്ടുണ്ട്.
നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് പൊങ്ങച്ചം പറയാറുണ്ടായിരുന്നു, സത്യമാണ്, പൊങ്ങച്ചം കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വളർന്നു വന്നപ്പം എൻ്റെ ഹാബിറ്റ് എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ആ സമയത്ത് സത്യം എന്താണ് കള്ളം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമായതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ പറയുന്ന പൊങ്ങച്ചം കേൾക്കുമ്പോൾ, പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ കള്ളം എന്ന് പറയാൻ വേണമെങ്കിൽ, കള്ളം പറഞ്ഞു കേൾക്കുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയോ, അയ്യോ ആ പെണ്ണിന് ഇത്രയും നല്ല ലൈഫ് കിട്ടി, എനിക്ക് എന്താ കിട്ടാത്തത്, അവൾ പൊങ്ങച്ചാന്ന് പറയുന്നത് എനിക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ അവൻ പൊങ്ങച്ച പറയുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പൊ അതുപോലെ ഉണ്ട്, ചില ആളുകളുടെ പൊങ്ങച്ചങ്ങൾ കേൾക്കുമ്പോൾ അത് പൊങ്ങച്ചായിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അല്ലേ. അങ്ങനെ വേദന വന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളാണ് ഇവിടെ വന്ന് 2 പൊങ്ങച്ചൊക്കെ കാണിക്കും, ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ പൊങ്ങച്ചം പറയാനുള്ള അവസരം ഞാൻ തന്നിരിക്കുകയാണ്. ഇതാ ഇപ്പം തന്നിരിക്കുകയാണ് മോനെ, ഇവിടെ വന്ന് എടാ ഇതിൽ ലൈവിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം റിക്വസ്റ്റ് ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് സാധിക്കുന്നുണ്ടോ നോക്കൂ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചുമ്മാ കളിതമാശയായിട്ട് കാണുന്ന ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പിക്ക്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുട്ടിക്കാലത്ത് അത്യാവശ്യം പൊങ്ങച്ചം പറയാറുണ്ട്, കാണിക്കാറുണ്ട്. അതിനുള്ള വകുപ്പ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ NRI ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ, ലേഡി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറേ കളർ ക്ലിപ്സ് കിട്ടും, കുഞ്ഞു ക്ലിപ്സ് കിട്ടും. ഒരു പൂമ്പാറ്റയുടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്, അത് നമ്മളിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചിറകടിക്കും. പിന്നെ ബബിൾസ് ഒന്നും നാട്ടിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ബബിൾസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്ന ബബിൾസ് പട്ടീഷമാണ് മൊത്തം. പിന്നെ എന്താണ് ഇങ്ങനെ ഭംഗിയുള്ള കുറേ ടോയ്സ്. പിന്നെ ഒരു തത്തയുടെ ഒരു ടോയ് ഉണ്ടായിരുന്നു പണ്ട്, തത്തയുടെ ഒരു ടോയ് ഉണ്ട്. ആ ടോയിൽ ഒരു കോയിൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു നായി ഉണ്ട്, കരയുന്ന ഒരു തത്ത ഉണ്ട്, കണ്ണ് അടയ്ക്കുന്ന കണ്ണ് തുറക്കുന്ന പാവകളുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പൊങ്ങച്ചം പറയില്ല, സത്യമാണ്. പക്ഷെ അന്ന് ഞാനത് പൊങ്ങച്ചായിട്ട് കാണിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി, പിന്നീട് എൻ്റെ പാരൻസ് തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നു, മോളെ കുട്ട, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വേറൊരാളെ കാണിക്കുമ്പം അവർക്ക് എത്രത്തോളം വേദനിക്കുന്നു മനസ്സിലാവണം. അവരെ വേദനിപ്പിക്കരുത്, അവരിൽ അസൂയക്കാരുണ്ടാക്കും. അവർ അസൂയ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർ വേദനിക്കുമ്പോൾ നമ്മളോട് ദൈവം കോപിക്കും. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, വേണ്ട ഇനി പൊങ്ങച്ചം പറയണ്ട. കാരണം ദൈവകോപം കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ അസൂയ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ നശിച്ചു പോയല്ലോ. അങ്ങനെ ഞാൻ ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ചെറുപ്പത്തിലെ അങ്ങ് കവറിലാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. പക്ഷെ നിങ്ങൾ പൊങ്ങച്ചം പറയുന്ന ആളുകളാണ് ലൈവിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴും ആ ടോയ്സ് ഇല്ല, ഇപ്പൊ വേറെ ടോയ്സ് ഉണ്ട്. ഓക്കെ, വെറുതെ വേണ്ട മോനെ, ഇത് ഞാൻ ഉദ്ദേശിച്ച കൊച്ചല്ല. ഇനി എന്താണ് ഇത് ഞാൻ ഉദ്ദേശിച്ച കൊച്ചല്ല, ഇത് എന്താ ഈ വേഷത്തിൽ നിന്നോ വല്ലാതെ നന്നായി പോയി തോന്നില്ലേ. നാളെ ഞാൻ വേറെ ഡ്രസ്സ് ഇടാം. ഓക്കെ, ഒരു ദിവസം നല്ല നീറ്റായിട്ട് വരും, ഒരു ദിവസം നീറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിൽ ഇങ്ങനെ കാറ്റഗറി തിരിക്കുന്ന കാണുന്നവരല്ലേ. ഞാൻ ഇടുന്നതല്ല എൻ്റെ ഡ്രസ്സ് തന്നെയാണ്. ഞാൻ ഈ ലൈവിന് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, എനിവേ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചാണ്. ഓക്കെ, പൊങ്ങച്ച കഥകൾ കേൾക്കാം. AI സംഗ്രഹം. ഓക്കെ, പൊങ്ങച്ചം കഥകൾ ഓർമ്മ പട്ടിക, നിങ്ങളുടെ കഥകൾ കമന്റിൽ പങ്കുവെക്കൂ. ഓ മൈ ഗോഡ്, എന്ത് നല്ല ക്യാപ്ഷനിലാണ് വന്നത് നോക്കിയേ. ഓക്കെ, ഞാൻ കുറച്ച് കമന്റ്സ് സ്കിപ്പ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കമന്റ്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നല്ല, പൊങ്ങച്ചത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന കഥ കൂടാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് ഷോയുടെ ഭാഗമാകാൻ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെങ്കിൽ ലൈവിൽ ഗസ്റ്റ് റിക്വസ്റ്റ് ഇടാം. ഓക്കെ, സ്നേഹിതൻ വന്നല്ലോ. സ്നേഹിതൻ, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചാണ്. ഓക്കെ, പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറയുന്നത് ഗേൾസ് ആണ്. ആണോ അല്ലേ? ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറയുന്നത് ഗേൾസ് ആണ്. ഒരു പെണ്ണായ ഞാൻ, ഒരു ഗേളായ ഞാൻ തന്നെ പറയുന്നു, ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറയുന്നത് ഗേൾസ് ആണ്. സത്യമാണോ? അയ്യടാ, കറക്റ്റ് അങ്ങ് പറയുന്നു. ഇപ്പൊ വാ തുറന്നല്ലോ. ഇത്ര നേരം വാ തുറക്കാത്ത ആളുകള്, ആഹാ സിറാജ്, വാ എല്ലാരും വാ. നിങ്ങൾക്കുള്ള തന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ വാ തുറക്കുന്നുണ്ട്. അയ്യടാ, പെണ്ണുങ്ങൾ മാത്രമാണോ പൊങ്ങച്ചം പറയുന്നത്? നിങ്ങൾ ആരും പൊങ്ങച്ചം പറയുന്നില്ലേ? പെണ്ണുങ്ങൾക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള കാര്യങ്ങൾ അടുത്തുണ്ടെന്ന് നോക്കിക്കോ. പെണ്ണുങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അവർ പൊങ്ങച്ചം പറയാൻ നിങ്ങൾക്ക് തോന്നുകയാണ്. അവർ സുന്ദരികളാണ്, അവരുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അവർ മിടുക്കികളാണ്. ഓക്കെ,
അപ്പം പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്നവർക്ക് പൊങ്ങച്ചം എന്നൊക്കെ തോന്നാം, പക്ഷെ പെണ്ണുങ്ങളല്ല പൊങ്ങച്ചം പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് വിട്ടേക്ക്. അപ്പൊ നമുക്ക് അടുത്തത് ആരാണെന്ന് നോക്കാം. സ്നേഹിതന്റെ ലൈവിൽ, സ്നേഹിതന്റെ ലൈവിലോട്ട് സ്വാഗതം. കുട്ടി ടൈം ഇല്ല, പെട്ടെന്ന് പറഞ്ഞു പോകും. സ്നേഹിത കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങളൊക്കെ സുഖം. ഒരു പൊങ്ങച്ചം പറയാവോ എന്നോട്? പൊങ്ങച്ചെന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് പൊങ്ങച്ചം പറഞ്ഞ ആളാണ്. കാരണം അതിന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങനെ പൊങ്ങച്ചത്തിലൂടെ പറഞ്ഞു തീർക്കാറുണ്ട്. ഓക്കെ, ചില സമയങ്ങളിൽ ഞാനൊരു ധനികനായിട്ട് അഹങ്കരിക്കാറുണ്ട്. അതേ സമയം തന്നെ ഞാൻ പാവപ്പെട്ടവനായിട്ട് സൈലന്റ് ആവാറുണ്ട്. എനിക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പൊങ്ങച്ചത്തിലൂടെ ഞാൻ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കലുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിന് സുഖത്തിന് വേണ്ടി മാത്രമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊങ്ങച്ചാണ്. അത് പൊങ്ങച്ചായിട്ട് ചിലപ്പോൾ ചില ആൾക്ക് തോന്നായിരിക്കും. സത്യാണ്, അത് സത്യാണ്. ഇതിലൊന്നും പൊങ്ങച്ച അത് വിചാരിക്കേണ്ട സത്യമായ ആവശ്യമില്ല. കാര്യമാണത്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ആങ്കർ ആവാനുള്ള കഴിവുണ്ട്. ഓക്കെ, പിന്നെ ഏതൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. താങ്ക് യു. ഏതൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് അത് മനോഹരമായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് താഴെ ഇടുവോ? പക്ഷേ അല്ല, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഞാനിതൊക്കെ ഒരു പൊങ്ങച്ചായിട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. സത്യത്തിൽ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്കറിയാം നീ ഇത് തന്നെയാ പറയാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ടുമല്ലോ. അതിനുവേണ്ടി ഞാൻ പൊങ്ങച്ചം ഇല്ല പറയാറുണ്ട്. ഇല്ല 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 അത് ചുമ്മാ പറയാണ് ഇല്ല 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 എന്നൊക്കെ. ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് സത്യം ടിക്ടോക്കില് കേട്ടാലും പൊങ്ങച്ചം കേട്ടാലും എനിക്കറിയാം. അല്ല GCC ടിക്ടോക്ക് ലൈവുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ലൈവാണ് തോന്നുന്നുണ്ട്. വേണ്ട, അത്രയും വേണ്ട. പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ എന്നെ കുറിച്ച് തന്നെ സംസാരിച്ചാ ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ സെയിം പോയിന്റ് ഞാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മണ്ടനായിരിക്കണം. ഞാൻ ഇത് പറഞ്ഞത് അതോ, എന്നെ കുറിച്ചാണ്. ഇതാണോ തിരക്കിട്ട് വന്ന് അല്ല, സംസാരിക്കാനുള്ളത്? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് തന്നെയാണ്. കാരണം നിങ്ങൾ അറിയപ്പെടാതെ പോയിട്ടുള്ള വലിയൊരു ടിക്ടോക്കറാണ് ഞാൻ. എനിക്ക് ടിക്ടോക്കിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. കാരണം എന്റെ ലൈവിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഇത് ലക്ഷങ്ങൾ ദുബായിലല്ലേ, അപ്പം AC അല്ലേ നല്ലത്, ഫാന് നമുക്ക് ഒഴിവാക്കാം. എന്റെ ലൈവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകന്മാർ എനിക്കുണ്ട്. അതെന്താ, അവർക്ക് ബസ്സും ട്രെയിനും കിട്ടിയില്ലേ? അറിയാൻ പാടില്ല. കാരണം എന്നിൽ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് മുഹബത്ത് കൂടിയിട്ട് ഒരു പക്ഷെ നിങ്ങൾ പോലെ എന്റെ ലൈവിൽ വന്ന് ക്യൂ നിൽക്കാനുള്ള താഴെ ഞാൻ കാണാറുണ്ട്. ക്യൂ അല്ല നിക്കാറ്. നിൽക്കാറുണ്ട്. എന്നോട് ഒരിക്കൽ ചോദിച്ചു എന്തായാലും ഗസ്റ്റ് എടുക്കുമെന്നൊക്കെ. അപ്പൊ ഞാനത് അത്രയൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അത് ഞാനിപ്പോ എത്രയോ പെൺകുട്ടികൾ വരുന്നതുകൊണ്ട് എനിക്കത് വിഷയമായിട്ട് തോന്നാറില്ല. പക്ഷെ നിങ്ങളെ നിന്റെ ആഗ്രഹങ്ങളല്ലേ. തിരക്കിന്റെ ഇടയ്ക്ക് നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട് ചെറുതായിട്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ആ ഒരു കൺസേൺ മതി. ആ ഒരു കൺസേണിൽ ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു. അപ്പൊ താങ്ക് യു. എന്റെ വിലപ്പെട്ട സമയം ഞാൻ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും എടുത്ത് സംസാരിക്കുക. ഞാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു. ബൈ ഡിയർ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊങ്ങച്ച കഥകളാണ്. പൊങ്ങച്ച എന്നുള്ളൊരു ടോപ്പിക്കാണ്. മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കില് 10 മണി മുതൽ 11 മണി വരെ, 10:31 ഇനി അരമണിക്കൂർ കൂടി ഉണ്ട്. അരമണിക്കൂർ നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് പൊങ്ങച്ചാണ്. പൊങ്ങച്ചത്തിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ഗസ്റ്റ് ആയിട്ട് അറിയാൻ ലൈക്ക് ആഡ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ആഡ് മീ എന്ന് കമന്റ് ചെയ്യാൻ. ഞാൻ കമന്റിലേക്ക് കിടക്കുകയാണ്. ആൻഡ് ആർട്ടിസ്റ്റ് പൊങ്ങ് അച്ചം, അങ്ങനെയല്ലടാ, പൊങ്ങച്ചം മലയാളം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഞാൻ ശ്രദ്ധിക്കേണ്ട അപ്പോൾ നീ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേ. നീ എന്നെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേ. നിന്റെ ശ്രദ്ധ കൂടുന്നുണ്ട്. ഓക്കെ, ഗ്ലാമറിന് എന്താ ഒരു കുറവ്? ആ ശരിയെന്നാ മിഥുനെ, സൗന്ദര്യത്തിൽ എന്നും മെയില്. കുട്ടി ടൈമില്ല, പെട്ടെന്ന്. ഓക്കെ, ഹായ് ഫാസ്റ്റ് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? അനുഭവം ഗുരു. ഓക്കെ, തീർച്ചയായും. സിറാജെ, ഞാൻ നേരത്തെ കമന്റിലോട്ട് വരാം. സോറി, സ്പേസ് വന്നു പോയത് അല്ലേ? ഓക്കെ, സ്പേസ് ഇല്ലാത്ത നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് സ്പേസ് ഇല്ലാത്ത സംസാരിക്കാം. ലൈവിലേക്കുള്ള ഗസ്റ്റ് റിക്വസ്റ്റ് ഇൻവിറ്റേഷൻ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ലൈവിൽ വന്നിട്ട് പൊങ്ങച്ചത്തിനെ കുറിച്ച് സംസാരിക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം പറയാനുള്ളത്. ആർട്ടിസ്റ്റ്, എന്ത് ആർട്ടിസ്റ്റാണ്? പൊങ്ങച്ചം പറഞ്ഞോളൂ. എന്തു പറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് വരുന്നുമില്ല, ഞാൻ റിക്വസ്റ്റ് കൊടുത്താൽ കയറുന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്തിനാ എന്നെ പേടിക്കേണ്ട ആവശ്യം? ഡ്രൈവിംഗ് ആണോ? വണ്ടി ഓടിക്കുമ്പോൾ സംസാരിച്ചൂടെ? ഓക്കെ, എനിവേ, താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ടോപ്പിക്കിൽ എൻ്റെതായ ഒപ്പീനിയൻസിലോട്ട് കിടക്കാം. കാരണം നിങ്ങൾക്ക് ആരും നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ പറയണ, പൊങ്ങച്ചം പറയുന്നത് പെണ്ണുങ്ങളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല പുരുഷന്മാർക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ പറയുന്നില്ല. പെണ്ണുങ്ങൾക്ക് പൊങ്ങച്ചുണ്ട്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർക്ക് അതിനുള്ള സൗന്ദര്യമുണ്ട്, അവർക്ക് അതിനുള്ള സാധനങ്ങൾ കയ്യിലുണ്ട്.
ഞാൻ എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടിയാണ്. ഓക്കെ, അപ്പം ഞാൻ മറ്റൊന്നല്ല പറയുന്നത്, എൻ്റെ കുറച്ച് ലേഡി സുഹൃത്തുക്കൾ അവരൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ടെമു ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, മിന്ത്ര ആയിക്കോട്ടെ, എന്ത് ഓൺലൈൻ ആപ്പാണ്, അതിൻ്റെ വില പ്രശ്നമില്ല. സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവരും ഓർഡർ ചെയ്തത് മുതൽ അറിയും. ഫസ്റ്റ് ഇത് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഫോട്ടോ കോപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും അയച്ചുതരും. ഇതെങ്ങനെയുണ്ട്, ഇതാണെന്നല്ല, ഇതിന് 10 രൂപയാണ്, ഇതിന് 20 രൂപയാണ്, ഈ ഡിസ്കഷൻ തുടങ്ങും. പൊങ്ങച്ചല്ല അതൊരു കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതൊരു ഡിസ്കഷനിൽ പോകും. അവിടെയും പൊങ്ങച്ചെന്ന് പറയുന്നില്ല. അതായത് ഇവർ ഈ വാങ്ങുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്ത സമയം മുതൽ ഞാൻ അറിയുന്നതായിരിക്കും. എന്നാലും വാങ്ങിക്കഴിഞ്ഞ് അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ കണ്ട സാധനം അവരുടെ കയ്യിൽ നിൽക്കുമ്പം അതിൻ്റെ ഡിഫറൻസും കൂടെ നീ പറഞ്ഞു കൊടുക്കണം. അതിന് 2 പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മുന്നിൽ വന്ന് നിന്നിട്ട് ഈ കമ്മൽ എങ്ങനെയുണ്ടെടി, ഈ വള എങ്ങനെയുണ്ടെടി, ഈ ഒരു ടോക്ക് കേൾക്കാം. നിങ്ങളുടെ ഏതെങ്കിലും ലേഡി സുഹൃത്തുക്കൾ ഇങ്ങനെ പറയാറുണ്ടോ? ഹായ്, സൗന്ദര്യം ഒഴിവാക്കാനൊന്നും പറ്റില്ല. ചെക്കിങ്, എന്താണ് ചെക്കിങ്? ചെക്കിങ് ഉണ്ടെന്നാണ്. ഓക്കെ, ഫൈൻ. സോ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടോ? ഇങ്ങനെയുള്ള പെൺ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടോ? എന്തുവാടേ ഹായ് 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 ഹായ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പെൺ സുഹൃത്തുക്കളാണോ നിങ്ങൾക്കുള്ളത്? പൊങ്ങച്ചം പറയുന്ന പെൺ സുഹൃത്തുക്കളാണോ നിങ്ങൾക്കുള്ളത്? ആ രസകരമായിട്ടുള്ള കഥ നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഫുഡ് കഴിച്ചില്ലേ? ഓക്കെ, ഫുഡ് കഴിച്ചു റിയാസെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചാണ്. പൊങ്ങച്ച് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ റിയാസിനെ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അത് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ സെൽഫ് ബ്രാൻഡിങ് അല്ല ഇത്. ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സെൽഫ് ബ്രാൻഡിങ് വേണ്ടേ? ഞാൻ ചുമ്മാ ഈ കാര്യം വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ട് ചുമ്മാ ഞാൻ പുറത്ത് ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾ എനിക്ക് വില തരുമോ? ചില സമയം നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എനിക്ക് വില തരുന്നുള്ളൂ എന്ന്. അപ്പം ചില സമയത്ത് ഈ പൊങ്ങച്ചം കാണിക്കുന്നവരുടെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? റെസ്പെക്ട് ഫ്രം ഔട്ട്സൈഡേഴ്സ്, ശ്രദ്ധ നേടാം അല്ലേ? നമ്മളിതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇട്ട് വന്നാലേ ഉള്ളൂ ഇവരൊക്കെ ശ്രദ്ധിക്കുക, ഇവരൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്യുക എന്നൊരു തോന്നലുണ്ടാകും. അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു എളിമുള്ളൊരു മനുഷ്യനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ കിട്ടും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും ശ്രദ്ധ കിട്ടും കുറച്ചധികം പൊങ്ങച്ചൊക്കെ കാണിച്ച് ഷോ ഓഫ് ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നാളെ വരുമ്പോൾ എല്ലാം എടുത്തു വില കിട്ടുമോ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ബ്രാൻഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലേ? ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു പൊങ്ങച്ചം പറയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ പൊങ്ങച്ചം പറയുന്ന പുരുഷന്മാരോ സ്ത്രീകളോ എന്തോ ആവട്ടെ, അപ്പം അവർക്ക് അവരുടെ ആഗ്രഹങ്ങളാണ് ഈ പറയുന്നത്. നടക്കോ ഇല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അപ്പം അവരുടെ ആഗ്രഹങ്ങൾ അവർ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആക്കാം. അത് കേൾക്കുന്നവർക്ക് പൊങ്ങച്ചായിട്ട് ബടായിട്ടൊക്കെ തോന്നാം, പക്ഷെ അവരുടെ ആഗ്രഹങ്ങളാണ് അല്ലേ? പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും സെൽഫ് ബ്രാൻഡിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റിങ്. പൊങ്ങച്ചത്തിൻ്റെ നെഗറ്റീവ് സൈഡാണ് ചീറ്റിങ്. ഈ പൊങ്ങച്ചം പറഞ്ഞിട്ട് എത്രയോ ആൾ കല്യാണം കഴിക്കുന്നുണ്ട്, പൊങ്ങച്ചം കാണിച്ചിട്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയോ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ലേഡീസിൻ്റെ സൗഹൃദങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ടിക്ടോക്കിലാണെങ്കിലും അല്ലാതെയും കുറേ ആളുകൾ പൊങ്ങച്ചം കാണിക്കുന്നുണ്ട്. അവിടെ ഓപ്പോസിറ്റുള്ള ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നടക്കുന്നത് എന്താണ്? ഞാൻ മലപ്പുറം അല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പൊങ്ങച്ചം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? ഓക്കെ, വേറെ ഇന്ന് നമ്മുടെ ലൈവ് വാച്ച് ചെയ്ത ആളുകളാണെങ്കിൽ പിന്നെ ഈ ലൈവ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലൈവ് ഇനി ലൈവായിട്ട് കാണണമെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ടിക്ടോക്കിൽ വന്ന് വ്യൂ ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ, സമയമില്ലാത്ത ആളുകളാണെങ്കിൽ യൂട്യൂബിൽ കാണാവുന്നതാണ് ഫുൾ വീഡിയോ. കട്ടിങ്സ് ആണെങ്കിൽ ഫോളോ ദ ഫേസ്ബുക്ക്, ഫോളോ ദ ഇൻസ്റ്റഗ്രാം, ഫോളോ ദ ടിക്ടോക്ക് ആൻഡ് ഫോളോ ദ യൂട്യൂബ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചായിരുന്നു. പൊങ്ങച്ച എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്താണ് ഞാൻ മലപ്പുറമാണെന്ന് ചോദിക്കാനുള്ള റീസൺ എന്താണ്? എൻ്റെ സംസാരത്തിലുള്ള സ്റ്റൈൽ എന്തെങ്കിലും മലപ്പുറമായിട്ട് മാച്ച് തോന്നിയോ? ഓക്കെ, ഞാൻ ആരെയും നീ എന്നെ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. പൊങ്ങച്ചത്തിലൂടെ ചീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണ് അല്ലേ? നമുക്കൊരാളുടെ സൗഹൃദം കിട്ടാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നമുക്കൊരാളുടെ റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പൊങ്ങച്ചം കാണിച്ചതിന് ശേഷം ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. ബാഡായി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ബഡായി എന്ന് പറഞ്ഞപ്പം ബഡായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ്, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. മലബാർ ഏരിയാസിലൊക്കെ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പം എന്താണ് പേര്? എനിക്ക് അറബിക്ക് വായിക്കാൻ അറിയില്ല. അപ്പം എന്താണ് പേര് കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ലൈവിൽ റിക്വസ്റ്റ് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, കൂൾമാൻ, എന്ത് പറ്റി കൂൾമാൻ? അങ്ങനെ ഒരു സൗഹൃദം വേണ്ടാന്ന് വെക്കും റിയലി? പക്ഷെ കുറേ ആളുകളുണ്ട് പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ സൗഹൃദം കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിലില്ലാത്ത കാശും കൊടുത്തിട്ട് ഫോൺ വാങ്ങി, കയ്യിലില്ലാത്ത കാശും കൊടുത്തിട്ട് വണ്ടി വാങ്ങി. ഇതൊക്കെ ഒരു പൊങ്ങച്ചല്ലേ? ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടോ? അതൊരു ചീറ്റിംഗ് അല്ലേ? ഓക്കെ, വേറെ എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഇപ്പോൾ 10:40 ഇനി ആർക്കെങ്കിലും പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ വരാം, സംസാരിക്കാം. ആൻഡ് ഞാൻ എൻ്റെ ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അഷ്റഫ് പറഞ്ഞതാണ് എന്തുണ്ടെന്നാണ് പറയുന്നത്. വണ്ടി വാങ്ങുന്ന കാര്യങ്ങളല്ലേ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ 2000 കിഡ്സ് ഏറ്റവും കൂടുതൽ ഈ പൊങ്ങച്ചം കാണിക്കുന്ന പയ്യന്മാരുടെ കൂടിയാണ്. സ്ത്രീകൾ, പെൺപിള്ളേർ, കുട്ടികൾ, എന്തോ ആവട്ടെ. അവർ റിയൽ ലവിൻ്റെ പിറകെയല്ല, അവർ റിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പിറകെയല്ല. ഷോ ഓഫ് ഇടുന്ന പയ്യന്മാർ ആരാണോ, അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് എന്താണോ, അവർ യൂസ് ചെയ്യുന്ന നല്ല വണ്ടി, ഒരു ഫോണ് മതി, ആ ഒരു പൊങ്ങച്ചം മതി ഒരു പെൺകുട്ടീനെ വളയ്ക്കാൻ. അതിനുവേണ്ടി നടക്കുന്ന പയ്യന്മാരും ഉണ്ട്. പക്ഷെ അവർ ചീറ്റിംഗ് അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയുള്ള കമൻസ് നോക്കാം. അതിന് ആഗ്രഹം എന്ന് പറയാലോ. ആഗ്രഹങ്ങളാണ് ശരിയാണ്. ഒരു വണ്ടി നല്ലത് വാങ്ങുന്ന സമയത്ത് അത് ആഗ്രഹം തന്നെയാണ്. പക്ഷെ അതൊരു വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ചീറ്റിംഗ് ആണ്. എനിക്ക് വേണ്ടി ഞാൻ iPhone 17 Pro Max വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ആരും കാണിക്കാൻ വേണ്ടി വാങ്ങിയതല്ലടേ, എൻ്റെ ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. ഇത് വെച്ചിട്ട് ഞാൻ 4 മിറർ സെൽഫി എടുത്തിട്ട് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നീ നേടിയെടുക്കുന്ന കാര്യങ്ങൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ, അല്ലെ ഞാൻ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ സ്ത്രീ സൗഹൃദം ആണ് വെരി ഗുഡ് സൗഹൃദം. ശരിക്കും? തീർച്ചയായിട്ടും അല്ല. ആരാ പറഞ്ഞു? 2K ഇവിടെ ആരുമില്ലേ? 2K ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെന്താണ്? നമ്മുടെ ലൈവ് ഇന്ന് വാച്ച് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി ലൈവ് വാച്ച് ചെയ്യണമെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ നമുക്ക് ടിക്ടോക്കിൽ ലൈവായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് ഉള്ള ആളുകൾ, മീൻസ് യൂട്യൂബിൽ കാണുന്ന ആളുകളാണെങ്കിൽ ടിക്ടോക്ക് ഉണ്ടെങ്കിൽ ടിക്ടോക്കിൽ വന്നിട്ട് ലൈവ് വാച്ച് ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും എല്ലാ ലൈവിലും പറയുന്ന കാര്യങ്ങളാണ്. 10K ഫാമിലി ആവട്ടെ. 10K ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമൻറ്റർ, വീക്ക്ലി വ്യൂവേഴ്സിന് ഞാൻ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത് പൊങ്ങച്ചല്ല, എൻ്റെ വാക്കാണ്. ഓക്കെ, വാക്കാണ് സത്യം. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് കേൾക്കാം. കമൻറ്റ് നോക്കാൻ ഞാൻ ഇവിടെ റെഡിയാണ്. എൻ്റെ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചം. നിങ്ങളൊരു പൊങ്ങച്ചം പറയുന്ന വ്യക്തിയാണോ? ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് ആകട്ടെ ഇൻഷാ അല്ലാ. 10K ഫാമിലി അവനെ ആദ്യം പ്രാർത്ഥിക്കുക, ആദ്യം സപ്പോർട്ട് ചെയ്യുക. 10K ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള ലൈവ് എല്ലാം വാച്ച് ചെയ്യുക, മുടങ്ങാതെ വാച്ച് ചെയ്യുക. അപ്പം ബെസ്റ്റ് ടോക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ വരും ആദ്യം, അപ്പം തന്നെ ഗിഫ്റ്റ് കിട്ടുള്ളൂ. സംസാരിക്കാത്ത ആളുകൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ ഹായ്, ഹലോ, സുഖമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വീക്ക്ലി വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു വിന്നർ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 10K ഫാമിലി ആകാനായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള റൂൾസിൻ്റെ ഒരു വലിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പോൾ എന്താണ്? ഓക്കെ, ഇത് എന്താണ് പരിപാടി? മീഡിയ സ്പോട്ട് എന്താണ് ഗിഫ്റ്റ്? യൂട്യൂബ് ലിങ്ക് എവിടെ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാത്തിനുള്ള ആൻസർ തരാം. ഒന്ന്, യൂട്യൂബ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് അല്ല, യൂട്യൂബിൽ നിങ്ങൾ ബിസി ടോക്ക് ബൈ റാക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അതിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട് എടുത്ത ചാനൽ. ആൻഡ് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച ആളെടുത്ത് പറയാനുള്ളത്, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ഇതൊരു ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. ടിക്ടോക്കിൽ ഏപ്രിൽ 13 സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ടിൽ ഇപ്പം ഈ ഒരു ലൈവ് ഷോ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു. ഈ ഒരു മാസം 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ലൈവ് ചെയ്യാറുണ്ട്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് ഉണ്ടാവാറ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചമാണ്. സോ ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാം, ഗസ്റ്റായിട്ട് വന്നിട്ട് സംസാരിക്കാം. എങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടുന്നത്, എന്താണ് ഗിഫ്റ്റ് കിട്ടുന്നത്? അതിന് 10K ഫാമിലി ആവണം. ഓക്കെ, 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടങ്ങാതെ ലൈവ് കാണുന്ന ആളുകൾക്ക് വീക്കിലി വ്യൂവർ എന്നുള്ള ഒരു ബെസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ബെസ്റ്റ് ടോക്കർ, തേർഡ് പ്രൈസ് ബെസ്റ്റ് കമൻറ്റ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് നമ്മൾ 10Kയുടെ അടുത്തോട്ട് എത്തട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താണ്, 1710 ഫോളോവറോ 1 മന്ത് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, നോക്കിയിട്ട് കാണുന്നില്ലല്ലോ യൂട്യൂബ് ലിങ്ക് എവിടെ, എന്താണ് ഗിഫ്റ്റ്, എല്ലാ കാര്യങ്ങളും മറന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 10:45 നമ്മൾക്ക് ഇന്ന് പറയാനുള്ള ഈ ഒരു ടോപ്പിക്ക് പൊങ്ങച്ചം എന്നുള്ള ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറഞ്ഞത് ഗേൾ ആണോ ബോയ് ആണോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞോളൂ. അമ്മാവന്മാരുണ്ടാവില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലൈവിൽ നല്ല വെൽ ഡ്രസ്ഡായി വന്നിട്ടുണ്ട്. വെൽ ഡ്രസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം വെൽ ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ അത്യാവശ്യം അങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ആർക്കും ലൈവ് കാണും വേണ്ട, ആർക്കും കുറ്റം പറയും വേണ്ട. എന്നാൽ നമ്മൾ കാണിച്ചിട്ടൊക്കെ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കുറ്റം പറയാനായിട്ട് ഒരു ലോഡ് ആളുകളുണ്ടാവും, കാണാനായിട്ട് ഒരു ലോഡ് ആളുകളുണ്ടാവും. അപ്പം ഈ ടിക്ടോക്ക് കഴിവ് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഒരു കൂട്ടം ആളുകൾക്ക്. ഓക്കെ, എനിവേ വേറെ എന്താണ്? നല്ല ഡ്രസ്സ് ആയിട്ടുണ്ടാവും. ഡ്രസ്സ് മാറി മാറി നമുക്ക് ഇടാം. നാളെ വേറെ ഡ്രസ്സ് ഇടാം, ഇന്ന് വേറെ ഡ്രസ്സ് ഇടാം. എല്ലാം എൻ്റെ അലമാരയിലുള്ള ഡ്രസ്സ് തന്നെയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുന്നില്ല. അതിപ്പം എക്സ്പോസ്ഡ് ഡ്രസ്സ് ആണെങ്കിലും നീറ്റ് ഡ്രസ്സ് ആണെങ്കിലും ഈ ലൈവിന് വേണ്ടി ഞാൻ ഒരു ഡ്രസ്സും വാങ്ങുന്നില്ല. ഡെയിലി ഷോ ചെയ്യുന്ന ലേഡീസിന് അറിയാം. അതൊരു ടോക്ക് ഷോ ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമുക്ക് ഡ്രസ്സിങ് ശ്രദ്ധിക്കണം, അല്ലേ? ഓക്കെ, ഈ പൊങ്ങച്ചം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതിലയം. ഓക്കെ, പൊങ്ങച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ ഉദ്ദേശിക്കുക? ഷോ ഓഫ് ഇടുക എന്നൊക്കെ പറയില്ലേ നമ്മൾ? അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഷോ ഓഫ് എന്ന് പറയാം. ഉള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. അതിനെക്കുറിച്ചിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിക്കാം. അതാണ് നമ്മൾ പൊങ്ങച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഞാനൊരു iPhone 17 Pro Max വാങ്ങി. ഓക്കെ, ഞാൻ വാങ്ങിയതാണ്. അതൊരു 10 ആളെ കാണിക്കണം, ഷോ ഓഫ് ഇടണം, പൊങ്ങച്ചം കാണിക്കണം. അതാണ് പൊങ്ങച്ചം കാണിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഞാനൊരു iPhone 17 Pro Max വാങ്ങാനുള്ള ഉദ്ദേശം വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ പൊങ്ങച്ചം പറയും ഞാൻ, എടീ ഞാൻ അടുത്ത ആഴ്ച iPhone 17 Pro Max വാങ്ങാട്ടോടി, ഞാൻ അഡ്വാൻസ് കൊടുത്തടി, ഇങ്ങനെ സംസാരിക്കാം. ഇതാണ് വ്യത്യാസം. ഓക്കെ, വേറെ എന്താണ്? അയ്യോ തല ഇറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞ സാധനം ആരെങ്കിലും ചോദിച്ചാൽ നോക്കിയാൽ ഇത് നല്ലൊരു എക്സാമ്പിൾ ആട്ടോ. ഇത് നല്ലൊരു എക്സാമ്പിളാണ്. ഈ ഒരു പൊങ്ങച്ചം ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിലും കാണാറുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ്, ഞാനടക്കം ഇൻഫ്ലുവൻസറാണ്. ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് മേ ബി റെൻറ്റഡ് ഡ്രസ്സായിരിക്കും, മേ ബി റേറ്റ് കുറഞ്ഞ ഡ്രസ്സായിരിക്കും. അപ്പോൾ അവരുടെ പിറകെ ഇങ്ങനെ ക്യാമറമാൻ പോയിട്ട് ചോദിക്കും ഔട്ട്ഫിറ്റ് കോസ്റ്റ്. ഈ പറഞ്ഞ വേർഡ് അവിടെ യൂസ് ചെയ്യും. 10 ദിർഹത്തിന് വാങ്ങിയ ഇതിന് 150 ദിർഹം, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് റേറ്റ് കുറച്ച് പൊക്കി സംസാരിക്കാം. ഓക്കെ, ഇപ്പം പൊങ്ങച്ചം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെയുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആരും കമൻറ്റ് ചെയ്യണ്ട. ഓക്കെ, ആരുടെ പേര് വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ടിക്ടോക്ക് ലൈവിൽ വേണ്ട, കാരണം ഒരു ടോക്ക് ഷോ ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, എനിവേ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി കൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഒരു ടോക്ക് ഷോ ആണ്. ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക്കാണ് പൊങ്ങച്ചം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ലൈവ് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഡെയിലി ഉണ്ടാക്കും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊങ്ങച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിൽ ഗസ്റ്റ് ആയിട്ട് വരാം. ഗസ്റ്റ് ആഡ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആഡ് മീ. സുഖം തന്നെ, വർഗീസ്. സുഖമായിട്ടിരിക്കുന്നു. പൊങ്ങച്ചം പറയുന്ന ആളാണോ? പൊങ്ങച്ച കഥകൾ പോരട്ടെ, ലൈവിൽ വന്ന് സംസാരിക്കൂ. ഓക്കെ, എന്താണ് വേറെ?
ആഡ് മീ. യെസ് ബഷീർ, ഐ വിൽ ആഡ് യു ബഷീർ. ഈ ഒരു പൊങ്ങച്ചക്കഥ നമുക്കിന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ ലൈവ് വാച്ചിങ് ആളുകൾ തുടരൂ 11 മണി വരെ. കേൾക്കുന്നുണ്ടോ ബഷീർ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഒരു പൊങ്ങച്ചം പറഞ്ഞിട്ട് തുടങ്ങാം. അയ്യോ, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ കയറി ഒരാളെ അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ജസ്റ്റ് ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പൊങ്ങച്ചാണ് ബഷീർ. പൊങ്ങച്ചെന്ന് കേൾക്കുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് കുട്ടിയാവുന്ന സമയത്തൊക്കെ പൊങ്ങച്ചം പറയാറുണ്ടോ? അതെ, പറയാറുണ്ട്. എന്താ പറയാറ്? ഫ്ലൈറ്റ് പിടിച്ച് താഴോട്ട് ഇറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര ഇറക്കി തരാന്ന് പറഞ്ഞു. ആ, പറന്നു പോണ ഫ്ലൈറ്റ് പിടിച്ചിട്ട് താഴെ ഇറക്കാൻ പറഞ്ഞു. ഓക്കെ, അത് പറ്റിച്ചതല്ലേ? പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊങ്ങച്ചം പറയില്ലേ? അപ്പൊ ഞാൻ ഇറക്കി കൊടുത്തു. ഒരു കടലാസ് എന്നോട് പൊങ്ങച്ചം പറയണോ? കടലാസ് ആയിട്ട് ഫ്ലൈറ്റ് ഉണ്ടാക്കി ഇറക്കി കൊടുത്തു എനിക്ക്. കൊള്ളാം, നല്ലത്. പൊങ്ങച്ചം പറയുന്ന ആരെങ്കിലും ലൈഫില് അനുഭവത്തിലുണ്ടോ? ഫ്രണ്ട്ഷിപ്പിലുണ്ടോ? ഇല്ല, ഞാൻ തന്നെ ഒരു പൊങ്ങച്ചക്കാരനാണ്. എന്തൊക്കെ പൊങ്ങച്ച പറയാറ് ജീവിതത്തില്? ഞാൻ എന്നെ പറ്റിട്ട് തന്നെ വലിയ പുകഴ്ത്തി പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഒന്ന് പുകഴ്ത്തി പറ ബഷീർ, കേൾക്കട്ടെ. ഒന്നും പറയാനില്ല. ഞാൻ എന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തോണ്ട് വളരെ നന്ദിയുണ്ട്. ഞാൻ പോവാ. ഓക്കെ, എന്നും ടോക്ക് ഷോ കാണാൻ ശ്രമിക്കുക. 10 മണി മുതൽ 11 മണി വരെ. ഓക്കെ, താങ്ക് യു ബഷീർ. ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ ടോക്ക് ഷോയില് നിങ്ങളാണ് ഗസ്റ്റ്, ഞാൻ വെറും ഹോസ്റ്റ് മാത്രമാണ്, ഗോസ്റ്റ്. ഓക്കെ, നിങ്ങൾ എല്ലാവരുമാണ് എൻ്റെ ഗസ്റ്റ്. നിങ്ങൾക്ക് ടോപ്പിക് ഉണ്ട്, അത് മാത്രം ശ്രദ്ധിക്കുക. ഓരോ ദിവസം ഓരോ ടോപ്പിക് ഉണ്ടാവും. 10 മണി മുതൽ 11 മണി വരെയാണ് ലൈവ് സെക്ഷൻ. അപ്പോൾ ടോപ്പിക്ക് കേൾക്കുക, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടോപ്പിക്കിനെ വലിയ റിസ്ക് ഉള്ള ടോപ്പിക്കൊന്നും എടുക്കാറില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഓക്കെ, ഇവിടെ ഗിഫ്റ്റേഴ്സ് ഇല്ല, ഗിഫ്റ്റ് തരാത്തവരില്ല, ഒന്നുമില്ല. സംസാരിക്കാൻ ഓക്കെയാണോ? നിങ്ങളുടെ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഓക്കെയാണ്? സമയമാണ്, ബിസി ടോക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. ഹോസ്റ്റോ ഗോസ്റ്റോ എന്തെങ്കിലും ആവട്ടെ. നമുക്ക് തമിഴിനെ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. തമിഴ്, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. കേൾക്കുന്നുണ്ടോ? 11 മണിപ്പാവും കേട്ടോ, ഞാൻ ഇറങ്ങി പോറായി. തമിഴ് കേൾക്കുന്നോ? ഹലോ, கேக்குதா? ஓகே. ஜாயின் பண்ணி விட்டீங்களா? என்னடா உனக்கு ஜாயின் பண்ணது தெரியாதா? இல்லையே, இப்பதான் பார்த்தேன். சாரி. ஓகே, நம்ம இந்த டாக் ஷோல ஒரு டாபிக் இருக்கு. என்ன டாபிக்னா ஷாஃப், பொங்கச்சம். அதை பத்தி பேசுது. பொங்கச்சமா? ஆமா, என்னது? ஷாஃப். ஏய், ஷாஃப் தெரியுமா? ஷாஃப் ஷாப்பா? ஓகே, பலமான ஷாப் இருக்கு. ஏய், ஷோ ஆஃப். நான் வந்து இந்த மாதிரி வாட்ச் வாங்கி இருக்கு, நான் மாதிரி இந்த ட்ரெஸ்ஸுக்கு வந்து 100 திரகம் மாதிரி இருக்கு, அப்படி சொல்லலையா? ஓகே. ஓகே, அது 100 மார்க்கே போடலாமே. எனக்கு அந்த மாதிரி தமிழ் தெரியாது. நீ வந்து லைவ் காணு. ஓகே, பை பை. Okay, your dress is 100 mark. I pure. Hey, no. Sorry Tamil, sorry for disconnecting. Actually எனக்கு தமிழ்ல அந்த மாதிரி பேச தெரியாது. நம்ம 2 റിക്വസ്റ്റ് இருக்கு. அப்ப 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. ജംഷി ലൈവിലോട്ട് സ്വാഗതം. ജംഷി കേൾക്കുന്നുണ്ടോ? യെസ്, പറയൂ, എന്താണ് വിശേഷങ്ങളൊക്കെ? പൊങ്ങച്ചം പറഞ്ഞു തുടങ്ങിക്കോ. ജംഷിയുടെ പൊങ്ങച്ചം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. പൊങ്ങച്ചെന്ന് എല്ലാവരും ഇപ്പൊ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന നമ്മളെ മിസ് ട്രാക്ക് തന്നെ ഒരു വലിയൊരു പൊങ്ങച്ചമാണ്. ശരിയല്ല ഗൈസ്? എന്ത് പറഞ്ഞു സെൽഫായിട്ട് പൊങ്ങച്ചം പറയാനാ പറഞ്ഞത്, എനിക്കിട്ട് താങ്ങാനല്ല വിളിച്ചത്. പൊങ്ങച്ചം പറ. പൊങ്ങച്ചം ഞാൻ സ്വയം പൊങ്ങണോ? അതെ, സ്വയം പൊക്കി സംസാരിക്കേ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഐഫോൺ 17 Pro 512GB ഓണൊക്കെയാണ്. പിന്നെ എൻ്റെ നിറയെ എൻ്റെ ഒരുപാട് ക്യാഷ് ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലാൻഡ് ക്രൂസറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇനിയൊരു കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പൊങ്ങച്ചം ഉള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പൊങ്ങച്ചം ആവാൻ, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ശരി. ജംഷി, ഈ പൊങ്ങച്ചെന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ മുന്നത്തെ ലൈവില് പറഞ്ഞു, ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ്
ഞാനത് സംസാരിക്കും. എനിക്ക് ചിലരുടെ പൊങ്ങച്ചം കാണുമ്പോൾ തന്നെ ഒരു ഒറ്റ അടി കൊടുക്കാൻ തോന്നും പിടിച്ചിട്ട്. ഇങ്ങനെ കുറെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോ ഭയങ്കര ആക്ച്വലി എന്താ പറയാ, അവരുടെ ടോക്കൊക്കെ കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും അല്ല, സംതിങ് കുറച്ച് ആളുകൾ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായിക്കോട്ടെ, ഇപ്പം അവർ നല്ലൊരു ജോബ് അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അവർ മാറി അവരുടെ ഫാമിലിയൊക്കെ ആയി അവരുടെ ഒരു ജോബ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു നേച്ചർ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പം ഞാൻ ചോദിക്കുക, അല്ലടാ നമ്മളൊക്കെ പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അതൊക്കെ അവർ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് എടുത്തിട്ട് പിന്നെ അത് ഭയങ്കര ഒരു സീരിയസ്ലി മുഖമൊക്കെ ആവുമ്പോൾ ഭയങ്കര പുച്ഛം തോന്നും അവരോട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഇത്രയും ഏജ് വരെ നമ്മൾ ഒരുമിച്ച് എന്തെല്ലാം കുരുത്തക്കേടുകൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കളിച്ച് നടന്ന ആൾക്കാർ പെട്ടെന്ന് അവർ നല്ലൊരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് അവർ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർ നല്ലൊരു ജോബ് പൊസിഷനിൽ എത്തി, പിന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മളെ വിളിക്കാൻ നേരമില്ല, നമ്മളോട് സംസാരിക്കാൻ നേരമില്ല. പിന്നെ നമ്മളത് എന്തെങ്കിലും ഗെറ്റ് ടുഗദറിൽ കണ്ടു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഓരോരോ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഒറ്റ നോട്. എന്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് എത്ര തന്നെ ഹൈ ക്ലാസ് ആയിക്കഴിഞ്ഞാലും നമ്മൾ വന്ന ലെവല് നമ്മൾ ആലോചിക്കുക. നമ്മൾ ആളുകളുമായിട്ട് നല്ലൊരു എന്താ പറയാ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒരു സ്നേഹം കൊടുക്കാൻ നമ്മൾ നോക്കുക. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് പൊങ്ങച്ചത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന റാക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ ഒരു വാക്കുകൾ നാടൻ പെണ്ണിനെ ഒന്ന് ലൈവിലോട്ട് എടുക്കണം എന്റെ ജംഷീനെ. നാടൻ പെണ്ണിന്ന് എടുത്തോട്ടെ, എന്നിട്ട് നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ലൈവ്. നാടൻ പെണ്ണ് ഞാൻ നേരത്തെ കണ്ടില്ല കമന്റ്, സോറി ഡിയർ. സോ ആളെയും കൂടെ എടുത്തിട്ട് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. നാടൻ പെണ്ണ്, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. എന്റെ ആദ്യമായിട്ടാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്, ഒരുപാട് സന്തോഷമുണ്ട്. കേൾക്കുന്നുണ്ടോ നാടൻ പെണ്ണെ? അല്ല, ആദ്യമായിട്ടല്ല, മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ല, ഗസ്റ്റ് ആയിട്ടോ? പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു ആദ്യമായിട്ടൊരു ലേഡി വരുന്നത് എന്റെ ഗസ്റ്റിൽ നിന്ന്. എനിക്കാണോ അറിയാം, ബാക്കി പറ. ഓക്കെ, പറയും. പൊങ്ങച്ചെന്ന് പറയുമ്പോ എന്താണ് തോന്നുന്നത് ടോപ്പിക്? പൊങ്ങച്ചെന്ന് പറയുന്നത് പണ്ടേ തൊട്ട് നമ്മൾ സിനിമയിൽ കാണും, നമ്മളെ തന്നെ പൊങ്ങച്ചക്കാരികളായിട്ടാണ് ചിത്രീകരിക്കാതെ. കറക്റ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം സ്ത്രീകൾക്കാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. ശരിയല്ലേ? സത്യമാണ്. മീൻസ് നമുക്കില്ലാത്തത് കൂടുതൽ കാണിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാണ് മറ്റുള്ളവരെ ഭർത്താവിനേക്കാൾ വലുതെന്ന് കാണിക്കുക. പൊതുവെ കറക്റ്റ് അല്ലേ? അവിടെ എവിടെയോ ഒരു തള്ളു പോലെ. എനിവേ, നോ പ്രോബ്ലം, പറഞ്ഞോളൂ, ബാക്കി കേൾക്കട്ടെ. ശരിയാ. പിന്നെ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഒരിക്കലും പൊങ്ങച്ചം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പണ്ടായിരുന്നു ഈ പൊങ്ങച്ചം കൊണ്ടുള്ള വലിയൊരു കാര്യം. പക്ഷെ ഇപ്പോ എന്ത് പൊങ്ങച്ചം കാണിച്ചിട്ടും കാര്യമില്ല. ചിലപ്പോ നമ്മൾ വിചാരിക്കാത്തവരായിരിക്കും ഏറ്റവും ഉയർന്ന് നിൽക്കുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു ഡിയർ നാടൻ പെണ്ണ്. താങ്ക് യു സോ മച്ച്. നാട്ടുപ്രമാണി ഇവിടെ ഉണ്ട്. ഓക്കെ, എനിവേ, നമ്മുടെ ലൈവ് ഇന്ന് കണ്ട എല്ലാവരുടെ അടുത്തും പറയാണ്, മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് പൊങ്ങച്ചമായിരുന്നു. 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ലൈവ് സെക്ഷൻ. ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി പറയാണ്. നമ്മുടെ ടോപ്പിക് പൊങ്ങച്ചമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരും കമന്റ് ചെയ്തവരും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് നാളെയും വരണമെങ്കിൽ നാളെയും വന്ന് ലൈവ് വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് നാളെ വരുന്ന ആളുകളാണ് നാളത്തെ ടോപ്പിക് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ 10 മണിക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 10 മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടത് നമുക്കൊരു ധാരണ എത്താം. ഓക്കെ, ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറഞ്ഞത് സ്ത്രീകളാണ് എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ലൈവ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ യൂട്യൂബിൽ കമന്റ് ചെയ്യുക. ടിക്ടോക്കിൽ കമന്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാം കമന്റ് ചെയ്യുക, ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് കമന്റ് ചെയ്യുക. ആൻഡ് ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ടിക്ടോക്കിൽ വന്ന് വാച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ടോക്ക് ഷോ ബിസി ടോക്ക് എന്നുള്ള #ടാഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്ക് ഷോ കാണാൻ പറ്റും. അതല്ല യൂട്യൂബിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ കാണാവുന്നതാണ്. ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാം നമുക്ക് ഹൈലൈറ്റ് വാച്ച് ചെയ്യാം, ആൻഡ് ഫേസ്ബുക്കിൽ ഹൈലൈറ്റ് വാച്ച് ചെയ്യാം. ഇത് വെറും പൊങ്ങച്ചമല്ല, ഞാൻ വളരും.